ഹായ്, ഞാൻ ഡോക്ടർ അഞ്ജന, കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ്, മനഃശാന്തി ഹോസ്പിറ്റൽ, രാമനാട്ടുകര. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പല സ്ത്രീകളിലും പ്രസവശേഷം വരുന്ന കുറച്ച് സൈക്കാട്രിക് പ്രോബ്ലംസിനെ പറ്റിയാണ്. സി പ്രഗ്നൻസി അല്ലെങ്കിൽ ആ ഒരു ഡെലിവറി കഴിയുന്ന സമയത്ത് സ്ത്രീകൾക്ക് പലപ്പോഴും ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ എന്ന ഹോർമോൺസിൽ വളരെയധികം ഫ്ലക്ച്വേഷൻസും ഉണ്ടാവും. ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ന്യൂറോ കെമിക്കൽസ്, നമ്മുടെ ഇമോഷൻസിനെ, മൂഡിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന ഈ കെമിക്കൽസിൽ പല ചേഞ്ചസും വരാം. സോ പ്രസവം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുറച്ച് കാലങ്ങളിൽ പല സ്ത്രീകളിലും ചെറിയ തോതിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഹോർമോൺസിൽ വരുന്ന ഈ ഫ്ലക്ച്വേഷൻസ് കാരണം വരുന്ന ഈ മൂഡ് സ്വിങ്സ്, അതേപോലെ തന്നെ പെട്ടെന്നുള്ള കരച്ചില്, ദേഷ്യം, സങ്കടം, ഉറക്കക്കുറവ് എന്നിവയെല്ലാം ആദ്യത്തെ കുറച്ച് കാലങ്ങളിൽ ഒരു 50-80% സ്ത്രീകളിലും ഉണ്ടാവുന്നതാണ്. ഇതിനെ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്നാ പറയാ. ഇത് യൂഷ്വലി ഒരു സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷൻ ആണ് എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് ആ ഒരു ലൈഫ് മദർഹുഡുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരുമ്പോൾ പയ്യെ പയ്യെ ഇത് കുറഞ്ഞു വരും. നമ്മുടെ മൂഡൊക്കെ നോർമലായിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് നിരന്തരമായിട്ട് ഈ ലക്ഷണങ്ങൾ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടെ തന്നെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം പോവുക, ഭാവിയെ പറ്റിയുള്ള ഒരു ഹോപ്പ്ലെസ്നെസ് വരിക, സ്വന്തമായിട്ട് ഭയങ്കര ഗിൽട്ട് വരിക, കുട്ടിയുമായിട്ടൊരു ബോണ്ട് ഇമോഷണൽ ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഇല്ലാതെ ഇരിക്കുക, കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റാതെ ആവുക, സൂയിസൈഡൽ തോട്ട്സ് വരിക, കുഞ്ഞ് കരയുമ്പോൾ ദേഷ്യം വരിക, കുഞ്ഞിനെ ആക്രമിക്കാനുള്ള പ്രവണത വരിക എന്നൊക്കെ മാനസിക രോഗം അല്ലെങ്കിൽ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ ഒരു നമ്മളോടൊരു കുഞ്ഞിന്റെ അമ്മ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനെ അവരുടെ തോന്നലോ അതോ അവരുടെ മടിയോ ആയിട്ട് തള്ളിക്കളയാൻ പാടില്ല. ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഇതൊരു മെഡിക്കൽ എമർജൻസി ആയിട്ട് കരുതിയിട്ട് സൈക്കാട്രിക് ട്രീറ്റ്മെന്റിന് പെട്ടെന്ന് തന്നെ കൊണ്ടുവരേണ്ടതാണ്. ഒരു അമ്മയ്ക്ക് ഉണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ട് ഒരിക്കലും ഒരു സ്ത്രീയുടെ ഫെയിലിയർ ആയിട്ട് കരുതരുത്. അതിന് വേണ്ടത്ര സഹായവും വേണ്ടത്ര കെയറും സപ്പോർട്ടും കൊടുക്കണം. ഒരു കുഞ്ഞിന് കൊടുക്കുന്ന അതേ സ്നേഹവും സപ്പോർട്ടും ഒരു അമ്മയ്ക്കും ആവശ്യമാണ്. കാരണം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അമ്മയും കൂടി ജനിക്കുകയാണല്ലോ അവിടെ.